ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീന കണ്ടസ്വാമി എഴുതിയ ഒരു പോമാണ് മസ്കാര. മീന കണ്ടസ്വാമി ഒരു പോയറ്റാണ്, ഒരു നോവലിസ്റ്റാണ്, പിന്നെ ഒരു ദളിത് ആക്ടിവിസ്റ്റ് കൂടെയാണ്. കൂടുതലും അവരെഴുതുന്ന പോയത്തിൻ്റെ തീംസ് എന്ന് പറഞ്ഞാൽ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ചായിരിക്കും, മെയിനായിട്ടും ദളിത്. പിന്നെ അവരുടെ പോയത്തിൽ മറ്റ് തീംസുകളാണ് കാസ്റ്റ്, ജെൻഡർ, ഡിസ്ക്രിമിനേഷനൊക്കെ. മസ്കാര എന്ന പോം എടുത്തിരിക്കുന്നത് മീന കണ്ടസ്വാമിയുടെ ഒരു കളക്ഷനായ ടച്ച് എന്ന പോയത്തിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്. നമുക്ക് മസ്കാര എന്ന പോം നോക്കാം. ആദ്യം തന്നെ ദേവദാസി സിസ്റ്റത്തിനെ കുറിച്ച് പറയാം. ദേവദാസി സിസ്റ്റം എന്ന് പറഞ്ഞാൽ പണ്ട് എക്സിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ്. നോൺ ബ്രാഹ്മിൻ ആയിട്ടുള്ള പെൺകുട്ടികളെ ടെമ്പിളിന് വേണ്ടി ഡിവോട്ട് ചെയ്യുന്നു. പിന്നീട് അവരുടെ കാര്യങ്ങളൊക്കെ ടെമ്പിളിനെ ചുറ്റിപ്പറ്റിയായിരിക്കും നടക്കുക. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൻസ് ആയിട്ടുള്ള ആണുങ്ങൾ ഇവരെ അപ്രോച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ഒരു ദേവദാസിയായി മാറിയ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇതിലൂടെ പറയുന്നത്. ആദ്യം ഒരു ദേവദാസിയായിരുന്നു, പിന്നീട് പ്രോസ്റ്റിറ്റ്യൂട്ട് ആവാൻ വിധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥ. നമുക്ക് നോക്കാം മസ്കാര എന്ന പോം. മസ്കാര എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണിന് ഭംഗി കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു കോസ്മെറ്റിക്സ് ആണ് അല്ലേ. അതേപോലെ നല്ല കണ്ണിന് മസ്കാരയൊക്കെ ധരിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു ജോലി ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു കഥ. ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ എ ക്ലയൻറ്റ്. കണ്ണിൽ മസ്കാരയൊക്കെ ഇട്ട് ക്ലയൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു കോൾ ഗേളായിട്ടാണ് ഇവിടെ അവളെ കാണിച്ചിരിക്കുന്നത്. നല്ല അതീവ സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവളുടെ ഇഷ്ടത്തിനല്ല ഒരിക്കലും അവൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനൊരു ഫാമിലി സറൗണ്ടിങ്സ് ആയിപ്പോയി. അതിലേക്ക് എത്തിപ്പെട്ടത് കൊണ്ട് മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അവളുടെ ഭാവി ഇതാണ് എന്ന് മുന്നേ തന്നെ വിധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു ജോലി. മുമ്പ് ദേവദാസി ആയിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് പോയറ്റ് ഇതിലൂടെ ഒരു ഐറണിയാണ് പറയുന്നത്. ഒരിക്കലും ഈ ഒരു ജോലി ഒരു കർമ്മ അല്ല. ഇതിലൂടെ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് വഴി ഒരു റിവാർഡും കിട്ടുന്നില്ല. കർമ്മ എന്ന് പറഞ്ഞാൽ എന്താ? ലാസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു എൻഡിങ് അല്ലെങ്കിൽ ഒരു റിവാർഡ് ഉണ്ടാവും, റിവാർഡ് നമുക്ക് കിട്ടും അല്ലേ. പക്ഷേ ഈ ഒരു ജോലിയിലൂടെ ഒരിക്കലും ഒരു റിവാർഡ് കിട്ടുന്നില്ല. അതാണ് ഈ ഒരു പോയത്തിൻ്റെ ഐറണി എന്ന് പറഞ്ഞാൽ. പിന്നീട് ഈ ഒരു കോൾ ഗേൾ അതീവ വിഷമത്തോടെ ദൈവത്തിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ഹെൽപ്ലെസ്നെസ് സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. And the poet says that God to never learn the depth of her dreams. ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അല്ലേ. അപ്പോൾ അവളുടെ ബോഡി എന്ന് പറഞ്ഞൊരു ടൂളാണ്. ദെൻ ലാസ്റ്റ് ഒരു സഡൻ ചേഞ്ചാണ് ലാസ്റ്റ് ആൻസറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അവളുടെ ആ ഒരു സിൻഫുൾ ബോഡി അവൾ സ്വയം ഒരു ടൂൾ ഓഫ് ലിബറേഷനായിട്ട് എടുത്തുകൊണ്ട് ആൻഡ് ഷീ ട്രാൻസ്ഫോംസ് ഇൻ ടു ഗോഡ് ഓഫ് റിവഞ്ചിൻ്റെ ദേവതയായ ഭദ്രകാളി അല്ലെങ്കിൽ കാളിയായി മാറുന്നിടത്താണ് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്. അതീവ സുന്ദരിയായിട്ട് കണ്ണുകളിൽ മസ്കാരയൊക്കെ ധരിച്ച് ക്ലയൻറ്റിനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയിൽ നിന്നും ലാസ്റ്റ് ഒരു ഡ്രാസ്റ്റിക് ഒരു ചേഞ്ചാണ് ഉണ്ടാവുന്നത്. അതിനെയൊക്കെ കൊന്നെടുക്കാനും മാത്രം ശക്തിയുള്ള ധൈര്യമുള്ള ഒരു കാളിയായി മാറുന്നിടത്താണ് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്. ഈ ഒരു മസ്കാര ബ്ലാക്ക് ഇൻ കളർ, ഇറ്റ് സിംബലൈസസ് ഡെത്ത്. ഈ ഒരു പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ അവൾ സ്വയം അവളുടെ ബോഡിയെ ഡെത്തായി മരിച്ചു കഴിഞ്ഞു എന്ന സിംബലൈസാണ് ഇവിടെ ചെയ്യുന്നത്. ആൻഡ് ദ കളർ റെപ്രസെൻറ്റ് ഈസ് ബ്ലാക്ക്, സിംബലൈസസ് ഡെത്ത്. ഇതാണ് ഈ ഒരു പോം. വേറെ ഒന്നുമില്ല. ഫസ്റ്റ് ആ ഒരു ദേവദാസി സിസ്റ്റം എന്താണെന്ന് പറയുന്നു, മുമ്പ് എക്സിസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന കാര്യം. അതിലൂടെ അങ്ങനെ ആകാൻ വിധിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഈ ഒരു പോയത്തിലൂടെ പറയുന്നത്. If you have any doubt regarding this poem, please ask in the comment section. Thank you.